ശ്രീ എൻ വി ബാലകൃഷ്ണൻ, ഇപ്പോൾ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സർക്കാരിൽ നിന്നും കൂടുതൽ വ്യക്തത വരുത്തുന്ന പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ ഉത്തരവ് ഇന്നലെ ചർച്ച ചെയ്താണ്. ഉത്തരവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സജീഷ് പറയുന്ന കാര്യങ്ങളിൽ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട്? സ്മൃതി, ഈ എസ്.കെ. സജീഷ് എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ്. ഞങ്ങൾ ഒരുമിച്ച് സംഘടനാ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കേട്ടാൽ അതൊരു ഒരു 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 കമ്മ്യൂണിസ്റ്റുകാരൻ്റെ സംവാദമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. നമ്മൾ കടവല്ലൂർ അന്യോന്യം എന്നൊക്കെ പറയില്ലേ, പരസ്പരം തർക്കിക്കുക. അങ്ങനെ തർക്കിച്ച് ആരും എവിടെയും എത്താതിരിക്കുക. അതായത് വേറൊരർത്ഥത്തിൽ ഈ ഗവൺമെൻറ് പോരായ്മകൾ ആൾ ചൂണ്ടിക്കാണിക്കുന്നത് തടയുന്നതിന് സമയത്തെ മുഴുവൻ ആ നിലയിൽ ഉപയോഗിക്കുക. ഇതാണ് ഇപ്പോൾ സജീഷ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയേണ്ടി വന്നതിൽ എനിക്ക് വിഷമമുണ്ട്. അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് അത് ആദ്യം തന്നെ പറയുകയാണ്. ഈ ഗ്യാസ് പൈപ്പ് ലൈനിനെ അദ്ദേഹം ഞെട്ടിപ്പോയി ഒരു ദിവസം എന്നാണ് പറയുന്നത്. അദ്ദേഹം വീട്ടിൽ വന്ന് നോക്കുമ്പോൾ അത് നോട്ടീസ് കണ്ടു. എൻ്റെ എസ്.കെ. സജീഷെ, ഇവിടെ ഈ ഗ്യാസ് പൈപ്പ് ലൈനെതിരായിട്ട് കേരളത്തിൽ ഏറ്റവും ശക്തമായി സമരം നടത്തിയ പാർട്ടിയുടെ പേര് CPIM എന്നാണ്. ഈ ഗ്യാസ് ബോംബിൻ്റെ മുമ്പിൽ ജീവിക്കണോ എന്ന് ചോദിച്ചിട്ട് CPIM ഇറക്കിയിട്ടുള്ള പ്രചാരവേലകളുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ഗ്യാസ് പൈപ്പ് ലൈനിനെ മാത്രമല്ല, കേരളത്തിൽ ഇതുപോലുള്ള നിരവധി അതെ ഉദ്ഘാടനം ചെയ്യാൻ പോയത് P. രാജീവായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്. അത് എറണാകുളത്ത്, കോഴിക്കോട് ജില്ലയിലും അതുപോലെ സമരം നടന്നിട്ടുണ്ട്. ഈ സമരം നടത്തിയത് CPIM ആണ്. അതെ ഞാനതിൻ്റെ മറ്റ് സമയമില്ലാത്തതുകൊണ്ട് വിശദാംശങ്ങളിലേക്ക് എനിക്ക് കുറേയധികം കാര്യങ്ങൾ പറയാനുള്ളതുകൊണ്ട് ഞാനത് ചുരുക്കി പറയുന്നു മാത്രം. ഇതുപോലെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഈ സമരങ്ങളിലാണ് CPIM എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, നാഷണൽ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് CPIM എതിർത്ത് സമരം ചെയ്തിട്ടില്ലേ? ഞാൻ CPIMൻ്റെ കോഴിക്കോട് ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ച ആളാണ്. ഞാൻ സെക്രട്ടറിയായി പ്രവർത്തിക്കുമ്പോൾ എസ്.കെ. സജീഷ് അവിടെ SFIയുടെ പ്രവർത്തകനുമാണ്. അതുകൊണ്ട് നമുക്കിതൊക്കെ അറിയാമല്ലോ. നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടുപുറത്തൊരു ഒരു വർത്താനമുണ്ട്, പേരറിഞ്ഞുകൊണ്ട് എന്താ കുളിയാന്ന് വിളിക്കുക. യഥാർത്ഥത്തിൽ അയാളുടെ പേരെന്താണെന്ന് അറിയാം, എന്നാലും എന്താ കുളിയാന്ന് വിളിച്ച് നശിപ്പിച്ച് കളിയാന്ന് പറയുന്ന ഒരു രീതിയിൽ ചർച്ച ചെയ്യുന്നത് ഒരിക്കലും ഒരു ശരിയായ നടപടിയല്ല. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകന് യോജിച്ചതല്ല എന്ന് എസ്.കെ. സജീഷ് ദയവ് ചെയ്ത് മനസ്സിലാക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, തമിഴ്നാട്ടിൽ നിങ്ങൾ ദേശീയപാത കടന്നു പോകുന്നത് വയൽ പ്രദേശത്ത് കൂടിയാണ്, അത് കർഷകരുടെ ഭൂമി നഷ്ടപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ട് വലിയ പ്രക്ഷോഭം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ? തമിഴ്നാട്ടിലെ CPIM എന്ന് പറയുന്നത് കേരളത്തിലെ CPIയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയാണോ? അല്ലെങ്കിൽ കേരളത്തിൽ CPIM എന്ന് പറയുന്നത് കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ടോ? CPIM എന്ന് പറയുന്ന അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയിൽ നിന്ന് നിങ്ങൾ മാറി കേരളത്തിൽ മാത്രമായ ഒരു പാർട്ടിയായി പ്രഖ്യാപിക്കുകയും അവിടെ മറ്റൊരു നയം അംഗീകരിക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടോ? അപ്പോൾ സൗകര്യത്തിനനുസരിച്ച് തങ്ങളുടെ വാദങ്ങളെ ഇങ്ങനെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്. അദ്ദേഹം ചോദിക്കുന്നത് ഇങ്ങനെ ഒരു പദ്ധതി വരുമ്പോൾ എന്തിനാണ് ടെൻഡർ വിളിക്കുന്നത്? ഒരു അപേക്ഷ സമർപ്പിച്ചു, അപേക്ഷ ശരിയാണെങ്കിൽ അതിന് പെർമിഷൻ കൊടുക്കും. അങ്ങനെയല്ലേ നമ്മുടെ നാട്ടിൽ വ്യവസായം? ഞാൻ ഈ താമസിക്കുന്ന അത്യാവശ്യം ബാർ അനുവദിക്കുന്നതിൽ ടെൻഡറിലോ എന്ന് ഞാൻ എസ്.കെ. സജീഷിനോട് ഒറ്റ ചോദ്യം ചോദിക്കാനുള്ളത്, എൻ്റെ വീട്ടിൽ ധാരാളം തെങ്ങുണ്ട്. ഞാൻ ഈ തെങ്ങിലെ കള്ള് ചെത്തിയിട്ട് ഇവിടെ ഒരു ഷോപ്പ് തുടങ്ങി ഞാനതങ്ങ് വിറ്റ് കാശാക്കിക്കോട്ടെ, നിങ്ങൾ സമ്മതിക്കുമോ അതിന്? ഞാനൊരു എൻ്റെ ഉപജീവനമായിട്ട് ബന്ധപ്പെട്ടൊരു ചെറിയ വ്യവസായ യൂണിറ്റ് നടത്തുകയാണ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് അനുമതി കിട്ടുമോ? കിട്ടില്ല. കിട്ടാത്തതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു അബ്കാരി നയവും ഒരു അബ്കാരി സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. ആ നിയമ സംഹിതയ്ക്കനുസരിച്ചേ പറ്റൂ. മദ്യത്തിൻ്റെ വ്യവസായം എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ മറ്റു വ്യവസായ ബന്ധപ്പെട്ടല്ല. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ഈ 99 ഇതിന് കൂടുതൽ ഇതുപോലുള്ള ബ്രൂവറികളും ഡിസ്റ്റിലറികളും കേരളത്തിൽ ആരംഭിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചതുകൊണ്ടാണ്. അതൊരു നയപരമായ നിലപാടാണ്. ആ നയമപരമായ നിലപാട് മാറ്റാൻ പാടില്ലേ? മാറ്റാം. പക്ഷെ മാറ്റുമ്പോൾ അന്നത്തെ നിലപാടിൽ നിന്ന് ഇന്നത്തെ നിലപാടിലേക്ക് വരുന്നതിനിടയാക്കിയ സാഹചര്യങ്ങൾ എന്താണ് എന്ന് വിശദീകരിക്കുക എന്ന് പറയുന്ന ഒരു ജനാധിപത്യ മര്യാദയാണ്. ഞാൻ എസ്.കെ. സജീഷിനോട് ചോദിക്കട്ടെ, ഇങ്ങനൊരു നയം മാറ്റം നിങ്ങൾ നടത്തിയിട്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വിശദീകരിച്ചിട്ടുണ്ടോ? അതിൻ്റെ കാരണം എന്താണെന്ന് വിശദീകരിച്ചിട്ടുണ്ടോ? ഇനി ഞാൻ മറ്റൊരു കാര്യം ചോദിക്കാം. 2018 നിങ്ങൾ 4 ഡിസ്റ്റിലറികൾക്ക് അനുമതി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങൾ ഉയർന്നു വന്നു. അവസാനം അത് മുഖ്യമന്ത്രി പിൻവലിച്ചു. കേരളത്തിലെ അതെ അങ്ങനെ പിൻവലിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിൻ്റെ നികുതി സെക്രട്ടറിയോട് ഈ അനുമതി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച് ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിശ്ചിത സമയത്ത് തന്നെ അങ്ങനെ ഒരു റിപ്പോർട്ട് വെച്ചിട്ടുണ്ട്. കേരളത്തിലെ എക്സൈസ് വകുപ്പിൻ്റെ കയ്യിൽ അതുണ്ട്. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് നിങ്ങൾ ആ റിപ്പോർട്ട് ഇതുവരെ പുറത്തുവിടാത്തത്? ആ റിപ്പോർട്ട് പുറത്തുവിടാത്തതിന് ഒറ്റ കാരണമേ ഉള്ളൂ. കേരളത്തിൽ പുതിയ ഡിസ്റ്റിലറികളും ബ്രൂവറികളും ഒന്നും ആരംഭിക്കുന്നതിന് അനുമതി കൊടുക്കാൻ പറ്റില്ല എന്നാണ് ആ കമ്മീഷൻ റിപ്പോർട്ട്. ആ കമ്മീഷൻ റിപ്പോർട്ട് നിങ്ങൾ പൂഴ്ത്തി വെച്ചുകൊണ്ടാണ്
ഇതുപോലുള്ള കാര്യങ്ങൾ നടക്കുന്നത്. പിന്നെ നിങ്ങൾ ആളുകളെ മുഴുവൻ വിഡ്ഢികളാക്കല്ല. നിങ്ങൾ എന്തൊക്കെ വിഡ്ഢിത്തരങ്ങളാണ്, ഞാൻ മറ്റ് പദങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പറയാണ് ഗ്രീൻ ട്രിബ്യൂണലിൻ്റെ അനുമതി ഉണ്ട്. ഗ്രീൻ ട്രിബ്യൂണൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ എസ് കെ സജീഷൻ? അതൊരു കോടതിയാണ്. അത് ഓരോ സംവിധാനത്തിന് അനുമതി കൊടുക്കുന്ന ഒരു ഏർപ്പാടല്ല. ഒരു തർക്കം വന്നു കഴിഞ്ഞാൽ ആ തർക്കം പരിശോധിച്ച് അതിൽ തെറ്റും ശരിയും തീരുമാനിച്ച് പ്രഖ്യാപിക്കുന്ന നീതിന്യായ സംവിധാനമാണ്. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പരിശോധിച്ച് തീരുമാനമെടുക്കുന്ന ഒരു സാധനമാണ് ഈ ഗ്രീൻ ട്രിബ്യൂണൽ എന്ന് പറയുന്ന കോടതി. ആ കോടതി എങ്ങനെയാണ് കേരളത്തിൽ ആരംഭിക്കാൻ പോകുന്ന ഒരു ബ്രൂവറിക്ക് അഡ്വാൻസ് ആയിട്ട് അനുമതി കൊടുക്കുക? അഡ്വാൻസ് ആയിട്ട് അനുമതി കൊടുത്തു നിങ്ങൾ പറഞ്ഞാൽ എന്തൊരു അസംബന്ധമാണ് സജീഷെ പറയുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ കേരളത്തിലെ ജനങ്ങളെയൊക്കെ ഇങ്ങനെ വിഡ്ഢികളായിട്ട് ഇത്ര അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് സംസാരിക്കുക? അവർക്കൊന്നും യാതൊരു വിവരവുമില്ല. നിങ്ങൾ എന്ത് അസംബന്ധം പറഞ്ഞാലും അതൊക്കെ കേട്ട് അവരങ്ങ് തിരിച്ചു പോയിക്കോളുമെന്ന് ധരിക്കല്ലേ സജീഷ്? സജീഷിനെ പോലെ ഒരു ചെറുപ്പക്കാരൻ ഒരിക്കലും അങ്ങനെ ചിന്തിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തരുത്. കാരണം ആളുകൾ ഇതൊക്കെ മനസ്സിലാക്കും. ഒരുപക്ഷെ നിങ്ങളോട് നേരിട്ട് വന്ന് അവർ സംസാരിക്കുന്നുണ്ടാവില്ല, പക്ഷെ അപ്പോഴും അവർക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം, അവർ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ നിങ്ങളിപ്പോൾ പറയാണ് എന്താണ് ഭൂഗർഭ ജലം എടുക്കാതെ എന്താണ് എത്രയോ 0.00000.00444% വെള്ളം മാത്രമാണ് വ്യവസായത്തിന് വേണ്ടി നീക്കി വെച്ച വെള്ളം എടുക്കുന്നത്. എൻ്റെ സജീഷെ, ഈ വെള്ളം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഈ മലമ്പുഴയിലുള്ള വെള്ളം എന്ന് പറയുന്നത് ഈ പറയുന്ന വ്യവസായ വകുപ്പിന്റെ ആവശ്യത്തിന് കൊടുക്കാൻ വേണ്ടി, വ്യവസായ വകുപ്പിന്റെ ആവശ്യത്തിന് വേണ്ടി മാറ്റി വെച്ച് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ടാങ്ക് കെട്ടി അണതിരിച്ച് അതിനകത്ത് വെച്ചിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ലിറ്റർ കണക്കിന് അളന്നു കൊടുക്കുകയാണോ ചെയ്യുന്നത്? നിങ്ങൾ എന്തൊരു അസംബന്ധമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ മലമ്പുഴയിലെ വെള്ളം എന്ന് പറയുന്നത് കുടിവെള്ളത്തിന് ആവശ്യമായ വെള്ളം കൊടുക്കാൻ കഴിയാത്ത ഒരണക്കെട്ടാണ് ഇന്ന് മലമ്പുഴ. നമ്മുടെ മുമ്പിൽ കൃത്യമായ പഠനങ്ങളുണ്ട്. മലമ്പുഴയിൽ നിന്ന് അതിൻ്റെ ആവശ്യക്കാർക്ക് കുടിവെള്ളം കൊടുക്കാൻ കഴിയുന്നില്ല. പിന്നെയാണോ അവിടെ നിന്ന് ഈ ബ്രൂവറിക്ക് വേണ്ടി എടുത്തു കൊടുക്കുന്നത്? ഇനി ഞാൻ ചോദിക്കട്ടെ, പ്ലാച്ചിമഴ സമരത്തിൽ ഞങ്ങൾ പങ്കെടുത്തു എന്നൊക്കെ അഭിമാനത്തോടെ ഇപ്പോൾ എസ് കെ സജീഷ് പറയുന്നുണ്ടല്ലോ. നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, CPM-ന്റെ നേതൃത്വത്തിലുള്ള പെരുമാട്ടി പഞ്ചായത്താണ് അതിന് അനുമതി കൊടുത്തത്. അതിനെ തുടർന്ന് അവിടെ വലിയ പ്രക്ഷോഭങ്ങൾ വന്നു. പ്രക്ഷോഭം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നാട്ടുകാർ മുഴുവൻ, ആളുകൾ മുഴുവൻ മറ്റ് മറുഭാഗത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ പതിവ് പോലെ മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യുന്ന പോലെ നിങ്ങൾ DYFയുടെ കൊടിയൊക്കെ പിടിച്ച് ആ സമരത്തിന് വന്നിട്ടുണ്ട് എന്നത് വസ്തുത തന്നെയാണ്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട പ്രശ്നമാണ്, ഈ പെരുമാട്ടി പഞ്ചായത്ത് കൊടുത്തിട്ടുള്ള പെർമിഷൻ ഒന്ന് എസ് കെ സജീഷ് ഒന്ന് എടുത്ത് വായിച്ചു നോക്കുമോ? അതിനകത്തും കൃത്യമായി പറയുന്നുണ്ട് ഭൂഗർഭജലം ഉപയോഗിക്കില്ലെന്ന് പറയുന്നുണ്ട്, ഭൂഗർഭജലം ഉപയോഗിക്കുന്നില്ലെന്ന് പറയുന്നുണ്ട്. ആ ഭൂഗർഭജലം ഉപയോഗിക്കുന്നില്ല. ഇതുപോലെ അനുമതി വാങ്ങിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള നമ്പറുകളൊക്കെ ഏത് വ്യവസായ സ്ഥാപനമാണ് കേരളത്തിൽ ആരംഭിക്കാത്തത്? പക്ഷെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിൽ ഏറ്റവും വലിയ ജലക്ഷാമമുള്ള മഴനിഴൽ പ്രദേശമാണ് ഈ പറയുന്ന പ്രദേശം. നിങ്ങളിപ്പോൾ പറയോ ഈ പറയുന്ന ഈ കമ്പനി അവിടെ വന്നിട്ട് ഹൈഡ്രജനും ഓക്സിജനും കൂട്ടി യോജിപ്പിച്ചാണ് വെള്ളം ഉണ്ടാക്കുന്നത്, അവർ ഒരു വെള്ളവും ഭൂമിയിൽ നിന്ന് എടുക്കുന്നില്ല, അന്തരീക്ഷത്തിലെ ഹൈഡ്രജനും ഓക്സിജനും സംയോജിപ്പിച്ച് വെള്ളം ഉണ്ടാക്കി ആ വെള്ളമാണ് ഉപയോഗിക്കുന്നതെന്ന് കൂടി എസ് കെ സജീഷ് പറയാത്തതെന്തോ ഭാഗ്യമാണ്. അങ്ങനെയാണ് 24 ഏക്കറിലല്ലേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അവിടെ എത്ര വെള്ളം ശേഖരിക്കാനാകുമെന്നുള്ള ചോദ്യം വന്നത്. 24 ഏക്കർ എന്ന് പറഞ്ഞപ്പോൾ നേരത്തെ സജീഷിനെ പരിഹരിച്ചു. 24 ഏക്കർ എന്നുള്ളത് ഉത്തരവിൽ, സർക്കാരിന്റെ ഉത്തരവിൽ ഉള്ളതാണ്. കഞ്ചിക്കോട് വ്യവസായ മേഖലയോട് ചേർന്ന് 24 ഏക്കർ ഭൂമി സ്ഥാപനത്തിന്റെ കൈവശമുണ്ട് എന്നുള്ളതാണ് ഉത്തരവിലുള്ളത്. അതുകൊണ്ടാണ് 24 ഏക്കർ എന്ന് പറഞ്ഞത്. ഞാൻ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.